നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വീണ്ടും മഴ തുടങ്ങി. കാലാവസ്ഥാ പ്രവചനം പോലെ തലസ്ഥാനം അടക്കമുള്ള വിവിധ ജില്ലകളിൽ ശനിയാഴ്ച രാത്രിയോടെ ഇടത്തരം മഴ അനുഭവപ്പെട്ടു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് മഴ ലഭിച്ചത്. ജനുവരി 13, 14 തീയതികളിൽ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ടതോ നേരിയ മഴയ്ക്കോ ഇടത്തരം മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുകയാണ്. കേരളത്തിൽ ജനുവരി 13, 14 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും പകൽ താപനിലയിൽ വർധനവിന് സാധ്യതയെന്നും മുന്നറിയിപ്പിലുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ 2 മുതൽ 3 ഡിഗ്രി വരെ അധിക താപനിലയ്ക്കാണ് സാധ്യത. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം വിവിധ ജില്ലകളിൽ രാത്രിയോടെ ഇടത്തരം മഴ അനുഭവപ്പെട്ടിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് മഴ ലഭിച്ചത്. കുമുലോ നിംബസ് മേഘങ്ങളുടെ സാന്നിധ്യത്തെ തുടർന്ന് തലസ്ഥാനത്ത് മഴ ഉണ്ടാവുകയായിരുന്നു. കുമുലോ നിംബസ് മഴമേഘങ്ങളുടെ സാന്നിധ്യത്തെ തുടർന്ന് തലസ്ഥാനത്തുണ്ടായത് മിന്നൽ മഴയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 1 മണിക്കൂർ പെയ്ത മഴയിൽ ജനം നനഞ്ഞു കുളിച്ചു. ജനുവരിയിൽ ഇത്തരമൊരു മഴ സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പ്രതീക്ഷിച്ചില്ല. 1 മണിക്കൂറിൽ ഏകദേശം 39.5 മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ പെയ്തിറങ്ങിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തലസ്ഥാന ജില്ലയ്ക്ക് സമാനമായി എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും മഴ ലഭിച്ചു. മഴമേഘങ്ങളായ കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘസ്ഫോടനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തെ ഞെട്ടിച്ച പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലുകൾക്കും വയനാട് ദുരന്തങ്ങൾക്കും പിന്നിൽ കുമുലോ നിംബസ് മേഘങ്ങളുടെ സാന്നിധ്യമാണ്. മണിക്കൂറിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമ്പോഴാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം 4 സെന്റിമീറ്റർ മഴ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കറുത്തിരണ്ട് കാഠിന്യമേറിയ കുമുലോ നിംബസ് മേഘങ്ങൾ സാധാരണ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് 15 കിലോമീറ്റർ ഉയരത്തിലുള്ള സീറോസ് മേഖലയിൽ വരെ എത്താം. ശക്തമായ കാറ്റിന് കാരണമാകുന്ന അഗ്രഭാഗമാണ് ഇത്തരം മേഘങ്ങൾക്കുള്ളത്. കേരളത്തിൽ തുലാമഴയുടെ സമയത്തും ചില സന്ദർഭങ്ങളിൽ കാലവർഷത്തിലും വലിയ കാറ്റോടുകൂടിയ മഴയ്ക്ക് മുന്നോടിയായി ഇത്തരം മേഘങ്ങളെ കാണാം. എന്നാൽ ജനുവരിയിൽ ഇത്തരം മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് കാലാവസ്ഥാ നിരീക്ഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പകൽ സമയത്ത് സാധാരണ നിലയേക്കാൾ ഉയർന്ന ചൂട് ക്യുമുലോ നിംബസ് മേഘങ്ങളുടെ രൂപവത്കരണത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.